IPL നമ്മൾക്ക് എപ്പോഴും രണ്ട് വലിയ ശക്തികളുണ്ട്. അവർ നന്നായി ചെയ്താലില്ലെങ്കിൽ അവർ വലിയ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മുംബൈ, മറ്റൊരു ചെന്നൈ. മുംബൈയെ സംബന്ധിച്ച് അവർ ഒരു മൂന്ന് കളിക്കാര്, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, ഇവര് മൂന്ന് പേരാണ് അതിന്റെ കോർ. എല്ലാവരും ഇപ്പൊ കൂടുതൽ സ്പിന്നിലാണ്, ഹോം മാച്ച് സ്പിന്നിൽ വെച്ചിട്ട് ജയിക്കാനുള്ളതിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവരും ഹൈദരാബാദുമാണ് ശരിക്കും ഫാസ്റ്റ് ബോളേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാണ്ഡ്യ എക്സലന്റ് ക്യാപ്റ്റൻ. കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻസിലൊന്ന് പുറകിലേക്ക് പോയത് പല കാരണങ്ങളുണ്ടാവാം. ഹോം ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഏതൊരു കളിക്കാരനും, ഹാർദിക്കിനെ ഗുജറാത്തിൽ പോകുമ്പോൾ അവർ കുറച്ചൊന്ന് കൂവി കഴിഞ്ഞവർക്ക് മനസ്സിലാക്കി ആ ടീമിന് ഇട്ട് പോയി എന്ന് പറയാം. പക്ഷെ ഇതല്ല. ബുംറയെ പോലുള്ള ബോളിന് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ ഇത് എടുക്കേണ്ടി വരും. ബുംറയെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടി വരും. മുംബൈയെ പറ്റി പറയുമ്പോൾ അവരെപ്പോഴും ചിലപ്പോൾ ആദ്യം 2-3 മാച്ച് തോറ്റു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ പിന്നെ മൊമെന്റം പിക്ക് കഴിഞ്ഞാൽ എല്ലാ സൈറ്റിനെയും തൂത്തറിയാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. IPL മെഗാ ഓപ്ഷൻ കഴിഞ്ഞു വരുന്ന ഒരു ആദ്യത്തെ സീസണാണ്. അപ്പോൾ എല്ലാ ടീമുകളും അവരുടെ ഓപ്ഷൻ ടേബിളിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ആദ്യത്തെ ഓപ്ഷൻ കഴിഞ്ഞു വരുന്ന സീസൺ. പൊതുവേ ടീമുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷറും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചെയ്തതെല്ലാം കറക്റ്റാണോ, റീടെൻഷൻസ് കറക്റ്റാണോ എന്നൊക്കെ. അപ്പോൾ ടീമുകളെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ സാറിനുള്ള ഒരു IPL മെമ്മറി പറഞ്ഞ് തുടങ്ങാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്ടിംഗ് സ്പെക്ടക്കിൾ എന്ന് പറയാം. IPL വന്നിട്ട് IPL ആണ് ശരിക്കും നമ്മുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ബിഫോർ IPL, ആഫ്റ്റർ IPL എന്നുള്ളൊരു ഇത് തന്നെ പറയാൻ പറ്റും. ഒന്ന് സ്പെക്ടേറ്റർ സപ്പോർട്ട് അതുപോലെ ഉണ്ട്. പിന്നെ ഈ ക്ലബ് ക്രിക്കറ്റ്, അതായത് ഫ്രാഞ്ചൈസി ബേസ്ഡ് ക്രിക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. പിന്നെ പുതിയ പ്ലേയേഴ്സിനെ കണ്ടെടുക്കാനായിട്ട് വലിയൊരു ഇതായിരുന്നു. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചപ്പോൾ ഇതിൽ കുറേ ഫാൻഫെയറും അതും ഇതൊക്കെ ആയിട്ട് പോകുന്ന ഒരു മേള ഇത് മാറിയിട്ട് സീരിയസ് ക്രിക്കറ്റിനുള്ള റോള് വന്നു. എന്നാലും സ്പിന്നേഴ്സിൻ്റെ ഇത് ഇമ്പോർട്ടൻസ് വളരെതായിട്ട്. കാരണം ആദ്യത്തെ സ്പിന്നേഴ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട്. പക്ഷേ ഷെയ്ൻ വാർണിനെ പോലത്തെയുള്ള സ്പിന്നേഴ്സ് അല്ല. ഇത് അങ്ങനെയല്ല. നമുക്ക് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സ്പിന്നേഴ്സിനെ അൺഡർട്ട് ചെയ്യാനായിട്ടുള്ള IPL ഫൈൻഡിങ് സ്പിന്നേഴ്സ് ഉണ്ടായിട്ട് വരുന്നു. പിന്നെ ഓരോ ടീമും സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ കൂടുതൽ പ്രാവശ്യം ജയിച്ച 2 സൈഡുകൾ ഉണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാവരും തന്നെ ആ ടീംസ് എല്ലാം എവോൾവ് ചെയ്തു. ഏറ്റവും ഞാനിതിൽ കാണുന്ന IPL കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനുണ്ടായ ഏറ്റവും വലിയ മെച്ചം ഈ നമുക്ക് ഫോറിൻ പ്ലേയേഴ്സിനോടുള്ള പേടി മാറി. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഫാസ്റ്റ് ബോളേഴ്സിനോട് ഭയം ഉണ്ടായിരുന്നു. എത്രയായാലും നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എന്തിനും വെസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ്, സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളേഴ്സ്, അപ്പോൾ അവരെയൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെ, അതായത് ഒരു ടീനേജ് കഴിയുന്ന ആ കുട്ടികൾ തന്നെ നെറ്റ്സിൽ കളിക്കുന്നു. അപ്പോൾ വിത്ത് ദ ബെസ്റ്റ് നമ്മുടെ എപ്പോഴും മാറ്റിവെച്ച് നോക്കുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ നമ്മുടെ ഒരു എഡ്ജ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ അടുത്ത കാലത്തായിട്ട് ICC ടൂർണമെന്റിൽ ഇത്ര നന്നായി ചെയ്യുന്നുണ്ട്. അതിനൊരു ഫാക്ടർ IPL ആണ്. ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. നമ്മൾ ഏറ്റവും മികച്ച കളിക്കാരോട് സ്ഥിരമായിട്ട് കളിക്കുന്നു. അവരുടെ രീതികൾ കാണുന്നു. ഏറ്റവും നല്ല കോച്ചസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ കളിക്കൊരു വലിയ ഇമ്പ്രൂവ്മെന്റ് IPL കൊണ്ടുവരാൻ പറ്റി. കാരണം കോർപ്പറേറ്റ് മണി എങ്ങനെ എഫക്റ്റീവായിട്ട് സ്പോർട്ടിലേക്ക് ചാനലൈസ് ചെയ്യാന്നുള്ള ഓൾ ഇൻ ഓൾ ഒരു ഇത്രയും നാളത്തെ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ കുറച്ച് സ്റ്റട്ടറിങ് ഉണ്ടായി. ലളിത് മോദിയുടെ ഒരു വിവാദം ഉണ്ടായി, ഒരു വാതുവെപ്പ് യുദ്ധം വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫോക്കസ് പോസ്റ്റ് 2014 അതെ ക്രിക്കറ്റ് തന്നെ ഫോക്കസ്. അപ്പൊ അതിന്റെ ഫലങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ റിങ്കു സിംഗിനെ പോലൊരു പ്ലെയർ അല്ലേ, നമ്മൾ ആരും അറിയാതെ പെട്ടെന്ന് ആ സീനിലേക്ക് വന്നു. ആ ടാലന്റ് സ്കൗട്ട്സ് പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരും. ഇപ്പൊ കേരളത്തിൽ തന്നെ പെരിന്തൽമണ്ണ എന്നൊരു ക്രിക്കറ്ററാണ് എടുത്തിരിക്കുന്നത്, വിഘ്നേഷ്. അപ്പൊ അതെല്ലാം ഇപ്പൊ IPL ഒരു വിജയമാണ്. ഒരു പാരലൽ ട്രാക്ക് കൂടി ഒരു പ്ലെയറിന് വരാൻ പറ്റുന്ന കാണിക്കുന്നുണ്ട്. സോ ലുക്കിംഗ് ബാക്ക് ഇതൊരു ഇത്രയും നാളത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു വേൾഡ് ക്ലാസ് സ്പെക്ടക്കിൾ മാത്രമുള്ള ഒരു വേൾഡ് ക്ലാസ് ചാമ്പ്യൻഷിപ്പ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ IPL വരെ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മുംബൈ ഇന്ത്യൻസ്. അല്ലെങ്കിൽ IPL ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഒരു ക്ലബ്ബ് എന്നാണ് നമുക്ക് പറയാം. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷം ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ IPL ഓപ്ഷൻ സർക്കിളിൽ ഭയങ്കര അധികം അടിയേറ്റ ടീം കൂടിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ക്യാപ്റ്റൻസി വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം വലിയ രീതിയിൽ ഉള്ളൊരു പുത്തൻ ടീമിനെയാണ് മുംബൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ളൊരു 2.0 വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയായിരിക്കും ആ ടീമിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും? IPL നമ്മൾക്ക് എപ്പോഴും രണ്ട് വലിയ ശക്തികളുണ്ട്. അവർ നന്നായി ചെയ്താലില്ലെങ്കിൽ അവർ വലിയ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മുംബൈ, മറ്റൊരു ചെന്നൈ. ഇത് രണ്ടും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, പിന്നെ അതുമാതിരി സൗത്തിലെ ഏറ്റവും വലിയ ചെന്നൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനേക്കാളും ഉപരിയായിട്ട് ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന സൈറ്റ്സുകളാണ്. അതുകൊണ്ട് നമ്മളോട് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എപ്പോഴും ഹയറാണ്. ക്രിട്ടിക്കൽ മാച്ചസ് വരുമ്പോൾ എപ്പോഴും ഇവർക്ക് മറ്റു ടീമുകളെക്കാട്ടിലൊരു എഡ്ജ് കിട്ടുക വളരെ വിരളമായിട്ട് മാത്രമേ ഈ ടീംസ് നോക്കൗട്ട്സിൽ കാണാതെ പോവുള്ളൂ.
മുംബൈയെ സംബന്ധിച്ച് അവർ ഒരു 3 കളിക്കാര്, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, ഇവർ 3 പേരാണ് അതിന്റെ കോർ. അപ്പൊ അവര് 3 പേരും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏത് ടൂർണമെന്റും ജയിക്കാൻ സാധിക്കും, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആ മിക്സിലേക്ക്, ഹാർദിക് പാണ്ഡ്യ വണ്ടി ഇവിടെ കളിച്ചു വന്ന പ്ലെയറാണ്, എന്നിട്ടാണ് ഗുജറാത്തിലേക്ക് പോയത്. അപ്പോൾ ഒരു 4 പേരും കൂടി ആകുമ്പോഴത്തേക്ക് ഇവര് പെർഫോം ചെയ്യുകയാണെങ്കിൽ ശരിക്കും അതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഇഷാൻ കിഷൻ മാറിക്കഴിഞ്ഞിപ്പോൾ പുതിയ സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് റയാൻ റിക്കിൾട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളും രോഹിതും കൂടി ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. അതായത് ക്വിൻഡൻ ഒരു വേറെ കോക്കിന്റെ പുതിയ വെർഷനാണ്, യങ്ങർ ബെറ്റർ വെർഷൻ എന്നൊക്കെ, സ്റ്റാൻഡേർഡ് വിക്കറ്റ് കീപ്പർ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. That will be interesting to see. അതുപോലെ they are one of the few teams who are invested in fast bowlers. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് എല്ലാവരും ഇപ്പോൾ കൂടുതൽ സ്പിന്നിലാണ്, ഹോം മാച്ച് സ്പിന്നിൽ വെച്ചിട്ട് ജയിക്കാനുള്ളതിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവരും ഹൈദരാബാദുമാണ് ശരിക്കും ഫാസ്റ്റ് ബോളേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് മുംബൈ ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഇത്രയും ഫാസ്റ്റ് ബോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫോറിൻ പ്രൈമറി സ്പിന്നറിലേക്ക് പോകുന്നത്. അതൊരു വലിയൊരു മാറ്റമാണ്. സാന്റ്നർ ആണ് അവർക്കൊരു പ്രീമിയം സ്പിന്നർ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ചിലപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പുതിയ തലമുറ മാറ്റുന്ന പറയുന്നത് അയാൾക്ക് വേണ്ട ഒരു സൈഡിനെ ഒരു ബോൾഡ് ചെയ്ത് കൊണ്ടുവരായിരിക്കും. ഓൾ ഇൻ ഓൾ അവർക്ക് എപ്പോഴും ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉള്ള സൈഡാണ്. ആൻഡ് ദേ ആർ പാണ്ഡ്യ ആൻ എക്സലന്റ് ക്യാപ്റ്റൻ. കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻസിലൊന്ന് പുറകിലേക്ക് പോയത് പല കാരണങ്ങളുണ്ടാവാം. ആ ഒരു ചേഞ്ച് ഓവർ ഫ്രം രോഹിത് ടു ഹാർദിക്. രോഹിത്തിന്റെ ടീമിന് ഹാർദിക് ടേക്ക് ഓവർ ചെയ്താണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ക്രൗഡ് ഒരു വലിയ ഫാക്ടറാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഹോം ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഏതൊരു കളിക്കാരനും ഇതായിട്ട് ഇപ്പൊ ഹാർദിക്കിനെ ഗുജറാത്തിൽ പോകുമ്പോൾ അവർ കുറച്ചൊന്ന് കൂവി കഴിഞ്ഞവർക്ക് മനസ്സിലാക്കി ആ ടീമിന് ഇട്ട് പോയി എന്ന് പറയാം. പക്ഷെ ഇതല്ല, സ്വന്തം മുംബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇയാൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും ആരോപങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതെല്ലാം ഹാർദിക്കിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അത് ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായി കളിച്ചു. അത് മാത്രമല്ല അവർ തമ്മിലുള്ള ആ ഒരു ബാഡ് കെമിസ്ട്രിയും മാറിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഐ ഫീൽ ദാറ്റ് ദേ ഷുഡ് ഡു ഇറ്റ്. പിന്നെ ഒരു മലയാളി കളിക്കുന്ന ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ചാൻസ് കിട്ടിയാലും ഇവരുടെയൊപ്പം കളിക്കുമ്പോൾ തന്നെ അയാളുടെ ക്രിക്കറ്റിന്റെ ക്വാളിറ്റി എന്തായാലും നന്നായിട്ട് വരും. ഇപ്പോൾ ജസ്പ്രീത് ബുംറ ഒരു ഭയങ്കര കീ ഫാക്ടർ. ഇപ്പോൾ വേൾഡ്സിലെ ഏറ്റവും ബെസ്റ്റ് ബോളർ എന്ന് നമുക്ക് അൺഡൗട്ട്ലി പറയാം. ഇപ്പോൾ ബുംറ ആദ്യത്തെ കുറച്ച് മത്സരം ഉണ്ടാവില്ല, പക്ഷെ വിത്തൗട്ട് ബുംറ അവർ സമപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് തന്നെ അത്യാവശ്യം താരതമ്യേന ഭയങ്കര ഡീസന്റ് ഉണ്ട്. അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ഓപ്ഷൻ സമയത്ത് തന്നെ അവർ അതിന്റെ ഒരു കെയർ എടുത്തിട്ടുണ്ട്. ബുംറയെ പോലൊരു ബോളിന് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ ഇത് എടുക്കേണ്ടി വരും. ബുംറയെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടി വരും. ഇപ്പം ഓസ്ട്രേലിയ പോയപ്പോൾ ബുംറ പലപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി കൊണ്ടായിരിക്കും കുറച്ച് ഓവർ ബോൾ ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ്. ബുംറ ഓവർ ബോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആക്ഷനും ഈ ഒരു ഫിസിക്കും എല്ലാം വെച്ചുകൊണ്ട് കഴിയുന്നത്ര പ്രിസർവ് ചെയ്യണം. അപ്പൊ അതാണ് മുംബൈ ഇന്ത്യൻസും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വേണ്ട മാച്ചുകൾ മാത്രം കളിപ്പിച്ച് ക്രിട്ടിക്കലായിട്ടുള്ളത് മാത്രം കളിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത്, ഒരു ബാക്കപ്പ് കൂടി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈക്ക് ബാക്കപ്സുകൾ ഉണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ദീപക് ചഹറിനെ കൊണ്ടുവന്നു. മുംബൈ കണ്ടീഷൻസ് പ്രത്യേകിച്ച് സീ ബ്രീസിൽ നല്ല മൂവ്മെന്റ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ടെൻ ബോൾട്ട് തിരിച്ചു വന്നു, അത് വലിയൊരു ഫാക്ടറാണ്. ടെൻ ബോൾട്ട് വരാന്ന് വലിയൊരു ഫാക്ടറാണ്. കാരണം ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 ഇപ്പം എപ്പോഴും യങ്സ്റ്റേഴ്സിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടീം കൂടെ. അപ്പം പക്ഷെ എന്നാലും അവർക്ക് എപ്പോഴും ഒരു കീ ഫോറിൻ പ്ലെയറിന്റെ ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റിക്കിൾട്ടനൊപ്പം തന്നെ വിൽ ജാക്സിന് അത്യാവശ്യം നല്ല രീതിയിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഫോറിൻ പ്ലെയേഴ്സിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും മുംബൈ ഇന്ത്യൻസിൽ കുറച്ചുകൂടെ ഉണ്ടാവും? കാരണം ഈ പറഞ്ഞ ടോപ്പ് 4 ഇന്ത്യൻസ് ആണ് അവരുടെ. അപ്പൊ അത് ആ ഒരു ടോപ്പ് 4 വേറെ പ്ലെയറിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സ് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ആൻ അഡ്വാൻറ്റേജ് ഫോർ ദം. പിന്നെ ഈ ഇൻവെസ്റ്റ് ഇൻ ബോൾട്ട്, അതുപോലെ സാന്റ്നർ, വിൽ ജാക്സ് ഇവരെല്ലാവരും. അപ്പൊ ഇവർ 4 പേര് കളിക്കുകയാണെങ്കിൽ അതെ, അപ്പൊ ഒരു 4 പേര് കളിക്കുകയാണെങ്കിൽ that will be interesting mix to see how it comes. എല്ലാവരും എല്ലാ മത്സരം കളിക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ we'll have to see how the strategy pans out on that. But it will be an exciting side. എപ്പോഴും മുംബൈ പറ്റി പറയുമ്പോൾ അവരെപ്പോഴും ചിലപ്പോൾ ആദ്യം 2-3 മാച്ച് തോറ്റു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ പിന്നെ മൊമെന്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡിനെയും തൂത്തറിയാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഉണ്ട് ഈ സീസണ്. പൊതുവേ രോഹിത്തിന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. തിലക് വർമ്മ, ഒരു സൂര്യകുമാർ യാദവ്, കുറച്ച് യങ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ റോബിൻ മിൻസിനെ പോലെയുള്ള. അപ്പോൾ
അപ്പൊ ഞാൻ അതിൽ പറയുന്ന റിക്കൽട്ടനെയാണ് പറയുക. കാരണം ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഔട്ട് ബ്രേക്കിംഗ്. അതെ അവിടെ നിന്ന് വരുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. അത് മാത്രമല്ല ഒരു സക്സസ് ഓഫ് ഡി കോക്ക് എന്ന് പറഞ്ഞു വരുന്ന പ്ലെയറാണ്. സോ ഐ വുഡ് സേ ഈ സൈഡിലെ പ്ലെയർ ടു വാച്ച് ഔട്ട് വിൽ ബി റിക്കൽട്ടൺ. റിക്കൽട്ടൺ. സോ